Hello everyone, welcome back to another vlog. Hope you all are doing good. അപ്പോൾ ഇത്തവണ ഒന്ന് രണ്ട് ചെറിയ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ കീപ് വാച്ചിങ്. സോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയത് ചപ്പാത്തിയും അതുപോലെ പൊട്ടറ്റോ ഇഷ്ടു കറിയാണ്. അപ്പോൾ പൊട്ടറ്റോ ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള, ഒരു മീഡിയം സൈസ് സവോളയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ, അതായത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പൊടിയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1-2 ഉരുളൻകിഴങ്ങ് നമുക്ക് മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് 1-2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങയുടെ 1-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അതിൻ്റെ 1-ാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതധികം തിളപ്പിക്കരുത്. നന്നായിട്ട് കറി ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലേശം കടുക് പൊട്ടിച്ച് ഒന്ന് താളിച്ചെടുക്കുകയും ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ ലഞ്ചിൻ്റെയും പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വൈകുന്നേരം ചെറിയൊരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ കിഡ്സിനൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കാം. ഏകദേശം 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് 250 ml. അതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെച്ചിട്ടാണ് ഈസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ പാല് ഒരുപാട് നല്ല ചൂടുള്ള പാൽ എടുക്കരുത്. ഒരു ഇളം ചൂടുള്ള പാല് മാത്രമാണ് ഇതിന് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ഗുണങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോവും. അപ്പോൾ ബാക്കിയുള്ള പാലിലേക്ക് നമുക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ട ജസ്റ്റ് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും ഇപ്പോൾ ഒരു ചെറിയ ചൂടിലാണ് ഈ പാലിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്നും കൂടി ഒന്ന് ചൂടാക്കാനുണ്ട്.
അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2.5 ടേബിൾ സ്പൂണോളം എന്തായാലും ചേർക്കണം. ഞാനിപ്പോൾ 2.25 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതായത് ആ ബട്ടറൊന്ന് അതിൽ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതൊന്ന് ചൂടാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാലിന് ഏകദേശം 2 കപ്പ് പ്ലസ് ഒരു 5 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നല്ല കുമിച്ചെടുത്തിട്ടുള്ള 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇവിടെ ഞാൻ ഡോനറ്റ്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പാലിൻ്റെയും മുട്ടയുടെയും അതുപോലെ ബട്ടറിൻ്റെ മിക്സിലേക്ക് ഇതുപോലെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടകൾ, അതായത് കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാ മെഷറിങ് ടേബിൾ സ്പൂൺ അല്ല എടുത്തിട്ടുള്ളത്. സാധാ ടേബിൾ സ്പൂണിൽ നല്ല കുമിച്ചെടുത്ത ഒരു 5 ടേബിൾ സ്പൂൺ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഒരു 2 കപ്പ് പ്ലസ് ഒരു 5 ടേബിൾ സ്പൂൺ, അത് 1 കപ്പ് പാലിൻ്റെ അളവിനാണ് ഈ അളവ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് അത്യാവശ്യം നല്ല ഒരു തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ സ്റ്റിക്കി ആയിട്ടുള്ള, അതായത് കൈ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു മാവാണ് ഇതിൻ്റെ. അത് കുറച്ച് നേരം നമുക്കിനി ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. 2 മണിക്കൂർ എന്തായാലും വെച്ചാലാണ് മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. 3-4 മണിക്കൂറൊന്നും വെക്കണ്ട. അപ്പോഴേക്കും ഒരുപാട് എക്സ്ട്രാ ആയി പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല, ഈസ്റ്റിൻ്റെ ഒരു കുത്തൊക്കെ വരും. അപ്പോൾ 2 മണിക്കൂറാണ് കറക്റ്റ് ഒരു പാകത്തിനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആണ്. അത് കാരണം കുറച്ച് വെള്ളം നമുക്ക് കയ്യിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് അങ്ങോട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി പോകും നമ്മുടെ ഡോനറ്റ്സ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച്, എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെറിയ ബോൾസാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോനറ്റ്സ് ഒക്കെ ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഷുഗറിൽ ജസ്റ്റ് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ജാം ഫില്ല് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ജാം ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ന്യൂട്ടെല്ല ഫില്ല് ചെയ്യുന്നുണ്ട്. അതല്ല ഇനിയിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിഫറൻസിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊന്ന് ഷുഗർ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ന്യൂട്ടെല്ലയും ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2ആയിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിലും ന്യൂട്ടെല്ല ഫില്ല് ചെയ്തതിന് ശേഷം ഷുഗർ കോട്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു മധുരം കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഷുഗർ കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷുഗറിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ മേലെ നന്നായിട്ട് പഞ്ചസാര പിടിച്ചോളും. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി സ്വീറ്റ് ഡോനറ്റ്സ് റെഡി ആയിട്ടുണ്ട്.
കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇനി ന്യൂട്ടെല്ല എങ്ങനെ ഫില്ല് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ന്യൂട്ടെല്ല ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോനട്ട്സ് കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് കുറച്ച് ന്യൂട്ടെല്ല ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ന്യൂട്ടെല്ല അല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവർ ജാമാണെങ്കിൽ അതാണെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്താണെങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡോനട്ട്സ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ സൂപ്പർ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ സീ യു സൂൺ വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.